വ്യാജ ട്രേഡിംഗ് ആപ്പ് വഴി കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിയായ ഡോക്ടറുടെ 1.25 കോടി രൂപ തട്ടിയെടുത്തതിന് പിന്നിൽ കംബോഡിയ കേന്ദ്രീകരിച്ചുള്ള ഓൺലൈൻ സംഘമെന്ന് കണ്ടെത്തൽ. നഷ്ടമായ തുകയിൽ 70 ലക്ഷം രൂപ ചെന്നൈയിലെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിച്ചതെന്ന് സൈബർ പോലീസ് കണ്ടെത്തി. ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിയുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞ് സാമൂഹിക മാധ്യമം വഴിയാണ് തട്ടിപ്പ് സംഘത്തിലെ ആളുകൾ ഡോക്ടറെ പരിചയപ്പെട്ടത്. സ്റ്റോക്ക് ട്രേഡിംഗ് നിക്ഷേപത്തെക്കുറിച്ച് ടെലിഗ്രാമിലും വാട്സാപ്പിലും ക്ലാസുകൾ. ചെറിയ തുക നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ച് വലിയ ലാഭം നൽകി വിശ്വാസം പിടിച്ചുപറ്റി. തുടർന്ന് വൻ തുക വിവിധ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു. 1.25 കോടി രൂപയോളം നഷ്ടമായപ്പോഴാണ് ഡോക്ടർ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കംബോഡിയയിൽ നിന്നുള്ള സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം പോലീസ് കണ്ടെത്തി. ഇവരുടെ നെറ്റ്വർക്കിൽപ്പെട്ട ആളുകൾ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. നഷ്ടമായ തുകയിൽ 70 ലക്ഷം രൂപ ചെന്നൈയിലെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെയും പഞ്ചാബിലെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക മാറ്റിയിട്ടുണ്ട്. അന്വേഷണ സംഘം ഉടൻ ചെന്നൈയിലേക്ക് തിരിക്കും. കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ കൊയിലാണ്ടി സ്വദേശിയായ വീട്ടമ്മയ്ക്ക് 23 ലക്ഷം രൂപ നഷ്ടമായിരുന്നു. ബോധവൽക്കരണം തുടരുമ്പോഴും സൈബർ തട്ടിപ്പുകൾ തുറക്കഥയാവുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഒരു മാസത്തിനിടെ കോഴിക്കോട് റൂറലിൽ മാത്രം 30-ലധികം സൈബർ തട്ടിപ്പു കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.